ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു നാടൻ പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ് പഴംപൊരി. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തിലെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഒരു പഴംപൊരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ പഴംപൊരി തയ്യാറാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നാടൻ പഴമാണ്, അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ്. പഴംപൊരി തയ്യാറാക്കാൻ എപ്പോഴും നമ്മൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം, എന്നാലാണ് ആ പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പഴം ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വലിയ പീസ് പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് 3-4 പീസൊക്കെ ആക്കാം. ഇത് ഞാൻ 2 പീസായിട്ട് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തൊലി കളഞ്ഞിട്ട് നടുവെ കീറി 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നടുവെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ആ തൊലി റിമൂവ് ചെയ്തിട്ട് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 3-4 പീസ് വരെ ആക്കുക. നമ്മൾ പുറത്തുനിന്ന് പഴം വാങ്ങുമ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല പൊന്തം പോലത്തെ ഭയങ്കര വലിപ്പമുള്ള പഴമാണ് കിട്ടുന്നത്. ആ പഴത്തിന് അധികം ടേസ്റ്റും ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. നാടൻ പഴമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റും മധുരമാണ്. പഴംപൊരി തയ്യാറാക്കാനൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ചായ തിളയ്ക്കുന്നൊരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് പഴംപൊരി. അപ്പുറത്തെ അടുപ്പിൽ ചായക്ക് വെള്ളം വയ്ക്കുന്ന സമയത്ത് നമുക്ക് പഴംപൊരിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. പെട്ടെന്ന് തന്നെ എണ്ണ ചൂടാക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പുറത്തുനിന്ന് ഒന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ പഴം മുഴുവനും ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മാവ് നമുക്ക് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള ബൗൾ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. മാവ് മിക്സ് ചെയ്യാനും പഴം മുക്കിയെടുത്ത് നമുക്ക് സൗകര്യത്തിന് ഫ്രൈ ചെയ്യാനിടാനൊക്കെ ആയിട്ട് ഇത്തിരി വലിപ്പമുള്ള പാത്രം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 240 ml ഗ്ലാസ്സാണ്, 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് അരിപ്പൊടി, നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് കൊടുക്കാനാണ് കേട്ടോ അത്. അതേ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് 1/2 കപ്പ് ഇഡ്ഡലി മാവോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി മാവോ ദോശമാവോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവും ദോശമാവും കൂടെ ചേർത്താലാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പഴംപൊരിയുടെ ടേസ്റ്റ് ഉണ്ടാവണേ. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇഡ്ഡലി മാവും ദോശമാവോ ഏതെങ്കിലും ഉണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കളറിനായിട്ട് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പ് ഒരുപാട് ആവരുത്. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കി മാറ്റണം. അപ്പോൾ ദോശമാവിനേക്കാളും ഒരു ഇത്തിരി അയവിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പഴംപൊരി തയ്യാറാക്കുന്നില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം. മാവ് ഫെർമെൻ്റ് ആവാൻ വെച്ചാൽ മതി. ഇല്ല നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ എന്തായാലും ഇതിൽ ചേർത്ത് കൊടുത്തേ പറ്റൂ. എന്നാലാണ് നമ്മുടെ പഴംപൊരി പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നുള്ളു മാത്രം, ഒരുപാടൊന്നും ചേർക്കരുത്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കണമെങ്കിലും അതിലേക്കും ദോശമാവിൻ്റെ അളവും ബേക്കിംഗ് സോഡയുടെ അളവും ഇത്ര തന്നെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ വീഴുന്ന ഒരു പരുവാണ്. പഴം മുക്കി എടുക്കുമ്പോൾ നമ്മുടെ പഴത്തേൽ ഇതുപോലെ ഒന്ന് കോട്ടായി വരണം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം മാവ് തയ്യാറാക്കാൻ. അപ്പോൾ ഇനി മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക.
ഇപ്പോൾ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏത് വേണേലും എടുക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ നാടൻ പഴംപൊരിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ തയ്യാറാക്കണതിനാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ്. മാക്സിമം വെളിച്ചെണ്ണ തന്നെ നമ്മുടെ കുക്കിങ്ങിന് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി പഴം നമുക്ക് ഓരോന്നും മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഓരോ പീസ് പഴവും ഇതുപോലെ മാവിൽ നന്നായിട്ട് മുക്കുക. ബാക്കി വരുന്ന ആ മാവ് അതിലേക്ക് ഒന്ന് കുടഞ്ഞിട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക. പഴം ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നന്നായിട്ട് ചൂട് വേണം. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നനവില്ലാത്ത ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പഴംപൊരി. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇപ്പോൾ നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ പെർഫെക്റ്റോടു കൂടിയുള്ള പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണ്. വൈകുന്നേരം അവർക്ക് ഇപ്പോൾ വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് പഴംപൊരി. അപ്പോൾ ഇതുപോലെ സ്റ്റെയിനറിലേക്ക് ഇട്ടു. ഇനി അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ബാക്കിയുള്ള ആ പൊരിയൊക്കെ അതിൽ നിന്ന് മാറ്റണം, എണ്ണയിൽ നിന്ന് മാറ്റണം. ഇനി അടുത്ത പഴം നമുക്കിതുപോലെ തന്നെ മാവിൽ മുക്കുക. എന്നിട്ട് അധികമായിട്ട് വരുന്ന മാവ് അതിലേക്ക് തന്നെ കുടഞ്ഞിട്ടിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച്, ചീനിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് 3-4 പീസൊക്കെ പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം വെറുതെ കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പഴംപൊരിയൊക്കെ ആയിട്ട് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ വെറുതെ ഹോട്ടലിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങി കൊടുക്കുന്നതിനേക്കാളൊക്കെ ഹെൽത്തിയാണ്, ടേസ്റ്റും കൂടുതലാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിന്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആ ഓയിലിൽ തന്നെ അവർ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പഴംപൊരിയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മാവ് നമുക്ക് അധികമായിട്ട് വരികയാണ്, ഒരുപാടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മാവ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസവും നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ മാവ് കൂടുതലായി പോയല്ലോ എന്ന് ഓർത്ത് അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പഴവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴാണെങ്കിലും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് പഴംപൊരി. അപ്പോൾ ഈ മാവ് കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ കിടിലൻ ടേസ്റ്റുള്ള പഴംപൊരിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റിൻ്റെ കൂടെയും കഴിക്കാം. ബീഫ് റോസ്റ്റിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാവുന്നവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. കട്ടൻ ചായയും ബീഫ് റോസ്റ്റും പഴംപൊരിയൊക്കെ വൈകുന്നേര സമയത്ത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതോടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാനൊരു പീസ് കഴിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല കേട്ടോ, കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. പഴത്തിൻ്റെ മധുരവും ബീഫിൻ്റെ ആ എരിവ് ഇതെല്ലാം കൂടെ ഒരു ജ്യൂസി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുക, എല്ലാവർക്കും സന്തോഷമാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.